അപ്പോൾ ആദ്യം എബിക്ക് എൻ്റെ നമസ്കാരം. ഇവിടെ നമുക്ക് പാടാൻ പറ്റുന്നതിന് ഈ കവിത ഞാൻ പണ്ട് എൻ്റെ പഠനകാലത്ത് എഴുതാണ്. ഏകദേശം 1993 ഒരു 20 വർഷം. പ്രണയത്തിൻ്റെ കവിതയുടെ വിഷയം പ്രണയമാണ്. ഈ കവിത ഇത്തവണത്തെ KGW സോവനിൽ അടിച്ചു വന്നിട്ടുണ്ട്. ചിലർ വായിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു. എന്താ പറയുക, പ്രണയം എന്ന് പറഞ്ഞാൽ ഒരു ഉന്മത്തമായൊരു വികാരമാണ്. ഇതെനിക്ക് തോന്നുന്നു ഇവിടെയുള്ള എല്ലാവരും എപ്പോഴെങ്കിലും ഏതെങ്കിലും സമയത്ത് ആരോടെങ്കിലും എപ്പോഴെങ്കിലും തോന്നിക്കാണെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ കള്ളമാണെന്ന് ഞാൻ പറഞ്ഞാൽ ശരിയായിരിക്കുമെന്ന് എനിക്കൊരു വിചാരമുണ്ട്. ഇനി ഇതിന് പ്രണയത്തിന് കാലമോ കോലോ അല്ലെങ്കിൽ കുലമോ ഒന്നും നോക്കാറില്ല ആരും. തോന്നിയാലങ്ങ് ചെയ്യും. ഇന്നത്തെ കാലത്ത് സത്യം പറഞ്ഞാൽ എന്താ പറയുക, പ്രണയിക്കുമ്പം അതിൻ്റെ ഒരു ഉന്മത്തത ഉണ്ടെങ്കിലും അവരുടെ അച്ഛനമ്മമാർക്ക് സത്യം പറഞ്ഞാൽ ഉന്മത്തത ഉണ്ടാവാറില്ല. അവർക്ക് സത്യം പറഞ്ഞാൽ ആശങ്കയാണ്. എന്നിരുന്നാലും അച്ഛനമ്മമാർ അറിയാതെ പ്രണയിക്കുന്നതിന് ഒരു രുചിയുണ്ട്, ഒരു ഉന്മത്തതയുണ്ട്. അത് ഒരു കാലത്ത് അനുഭവിച്ചത് ഞാൻ എൻ്റെ ഭാഷയിൽ ഇവിടെ പറയാണ്. പ്രണയത്തെപ്പറ്റി വലിയ വലിയ കവികൾ പലതും പല സമയത്ത് നല്ല രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതെൻ്റെ ഭാഷയിലുള്ള അവതരമാണ്. ഇതെത്ര എന്താ പറയുക, അഭിയൊക്കെ പാടിയമാതിരി ഈണത്തിലൊന്നും പാടാൻ എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും പാടാനൊരു ശ്രമം. ഞാൻ തുടങ്ങാം. ഇതൊരു 2-3 ഭാഗങ്ങളായിട്ടാണ്. ഇതിൻ്റെ ഒരു ആമുഖം എന്ന് ഞാൻ പറയാമെന്ന് വെച്ചാൽ, ഞങ്ങളുടെ നാട്ടിലൊരു അമ്പലം. ആ അമ്പലത്തിൻ്റെ നടയിൽ എന്താ പറയുക, നമ്മുടെ മനസ്സിൽ ഒരാളോട് തോന്നി പ്രണയം പറയാൻ വേണ്ടി കഷ്ടപ്പെട്ട് കാത്തിരുന്ന് കാണാതെ പിന്നെ കണ്ട് പിന്നെ പറഞ്ഞ് അവ സ്വീകരിക്കുകയോ ഇല്ലയോ എനിക്ക് എന്താവുന്നുള്ളൊരു ആശങ്കയും എല്ലാം കൂടിയുള്ള ഒരു മിശ്ര വികാരമാണ് ഇതിൽ പറയുന്നത്. ഒരു കാത്തിരിപ്പ്, ഒരാഗമനം, പിന്നെ അങ്ങോ തുറന്നു പറച്ചിൽ, പിന്നെ എല്ലാം ശുഭം. അതുമായി അപ്പോൾ തുടങ്ങാം. ആദ്യത്തെ കാത്തിരിപ്പ്. എന്തിതു കഷ്ടമേ, എത്രയോ നേരമായി പന്തിരഹിതമായി കാത്തിരിക്കുന്നു ഞാൻ. പന്തം കൊളുത്തുന്നു അറിയാതെ എൻ മനം, കുന്തം കൊണ്ടായുവാനന്തി വെട്ടത്തിലും. കുറേ നേരമായി അമ്പലത്തിൽ മുമ്പ് കാത്തിരിക്കുക. ഇദ്ദേഹം വരുമെന്ന് വെച്ചിട്ട് കാത്തിരുന്ന് ദേഷ്യം വന്നു. ഒരുമാതിരി എന്താ ചെയ്യണമെന്നുള്ളൊരു നിർവികാരം. അമ്പല നടയിലെ ചലതലത്തണലിലായി കൂടണഞ്ഞിടുന്ന പറവകൾ ചുറ്റിലായി ചിലക്കുന്നു, കാറുന്നു, പുണരുന്നു, പാടുന്നു, പുലമ്പുന്നു, കളിയാക്കി എൻ്റെ അന്തർഗതം. അപ്പോൾ ആൾത്തരം മേലെ കുറേ പക്ഷികൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ പിന്നെ ഞാനും ഞാൻ ഒറ്റയ്ക്കാണ്. ആൾക്കാരിങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഈ പക്ഷികളൊക്കെ എന്നെ കളിയാക്കിയാണെന്നുള്ള ഒരു വിചാരമായി ആ സമയത്ത്. ഇത് തന്നെയല്ലേ അവൾ വരും നടവഴി, തുറക്കുവാനുണ്ട് എനിക്ക് എൻ്റെ മനോഗതം. ക്ഷേത്രത്തിലേക്ക് പോം മിഴികളെ മറയ്ക്കുവാൻ തത്രപ്പെട്ടു ഞാൻ ആൽത്തറമീതയായി. അപ്പോൾ എന്നെ അറിയുന്ന ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവർ കാണാതിരിക്കണം. അപ്പോൾ അവർ കാണുന്നതിന് ഞാൻ എന്താ പറയുക, മറഞ്ഞ് തിരിഞ്ഞൊക്കെ ഇരിക്കണം. ദിനകരൻ മറയുന്നു വട്ടമായി അർദ്ധമായി, പനമുകളിൽ പൊങ്ങുന്നു ഭീമനായ അമ്പിളി. മിന്നിത്തുടങ്ങുന്നു മാനത്ത് പൊട്ടുകൾ, മിഴികൾ തുറക്കുന്നു കൂരകൾ മുന്നിലായി. അപ്പോൾ കാത്തിരുന്ന് സന്ധ്യയായി. ചന്ദ്രനും നക്ഷത്രങ്ങളൊക്കെ വരാൻ തുടങ്ങി. വിളക്കുകൾ കത്താൻ തുടങ്ങി വീടുകളിൽ. വരുമോ വിഭോ ഇനിയും ഇരിക്കണോ, തരിച്ചുപോം പാദങ്ങളാട്ടിക്കൊണ്ടോർത്തു ഞാൻ. ഇരച്ചു കയറുന്നു തിമിരം ഘോരമായി, പതയുന്നു വികാരം, നുരഞ്ഞു പതയുന്നു വികാരം പലവിധം. അപ്പൊ ഇനി കാത്തിരുന്ന് വല്ല കാര്യമുണ്ടോ, ഇനി വരുമോ? വല്ലാതൊരു സന്നിഗ്ധ ഘട്ടമാണ്. എങ്കിലും തിരഞ്ഞു ഞാൻ സ്വയം ആശ്വസിക്കുവാൻ, അമ്പലോത്സവത്തിനായി എത്തിടും സഞ്ചയം. ചലനങ്ങളൊക്കെയും നിഴലാട്ടമൊക്കെയും അവളുടേതാകുവാൻ ആഗ്രഹിച്ചു. അപ്പോൾ ഓരോരാൾ വരുമ്പോൾ ഞാനിങ്ങനെ നോക്കും, ഇത് നമ്മളുടെ ആളാണോ, വരുമോ, ഇത് തന്നെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ചിന്ത. അപ്പോൾ അങ്ങനെ ഒരു സമയമായി ആൾ വരികയാണ്. ആഗമനം. കിലുക്കം വളകിലുക്കം, കിലുക്കം മണികിലുക്കം, കലുങ്കിൽ തട്ടുന്ന തിരമാല പോലെ, പാദസരങ്ങളാൽ കുപ്പി വളകളാൽ പാതയിലൂടെ മാനസ സുന്ദരി. അപ്പം അങ്ങനെ ഒരു ആട്ടം ചലനൊക്കെ ആയിട്ട് അദ്ദേഹം ആൾ വരുന്നുണ്ട്. അന്ന നടയിൽ തുളുമ്പുന്നു കവിൾത്തടം, പാറിപ്പറക്കുന്നു വസ്ത്രജാലങ്ങളും, വിടരുന്നു കേശം, പരക്കുന്നു വായുവിൽ, ഓടത്തിലൂടെ നാരിൻ്റെ പോക്കുപോൽ. ഇങ്ങനെയൊക്കെ പറയുമ്പം എൻ്റെ ഭാര്യ മുന്നിലിരിക്കുന്നുണ്ട്.
അദ്ദേഹത്തിന് എത്രത്തോളം ഇഷ്ടപ്പെടുന്നത് എനിക്കറിയില്ല. പറഞ്ഞിട്ടുണ്ട്, എല്ലാം ശരിയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ആൾക്കാരൊക്കെ പറയുമ്പം ദഹിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ശ്വേതബിന്ദുക്കളിൽ തട്ടുന്ന രശ്മിയാൽ വദനം തിളങ്ങുന്നുരന്ന് അസമാനമായി കാണുന്നു വരകൾ പുരിക കൊടികളായി വണ്ണം കുറഞ്ഞൊരു ചന്ദ്രക്കല പോലെ. സത്യം പറഞ്ഞാൽ ഇന്ന് വരെ അവളുടെ മുഖത്ത് നോക്കാൻ പറഞ്ഞിട്ടില്ല. എന്തോ തിളങ്ങുന്ന അഞ്ജനം പോൽ മുഖത്താഹാ തിളങ്ങുന്ന കണ്ണുകളാണവ. മുല്ലമൊട്ടുപോൽ തിളങ്ങുന്ന ദന്തങ്ങളോമൽ മുഖത്തിന്റെ ചുണ്ടിന്റെ പിന്നിലായി. അപ്പോൾ ആളുടെ അവസ്ഥ അങ്ങനെയൊക്കെയാണ്. വിടരുന്ന പൂ പോലെ ചുണ്ടുകൾ വിടരുന്നു വണ്ടിനെ പോലെ അധരം നുകരുവാൻ. ഇതൊക്കെ എൻ്റെ ഭാവന മാത്രമാണ്. വർണ്ണനാതീതമായി സൗഭാഗ്യതാരമായി വന്നണഞ്ഞാളെന്റെ സിന്ദൂരമാനസം. അപ്പൊ അങ്ങനെ എൻ്റെ മുമ്പിൽ എത്തിപ്പെട്ടു. അപ്പൊ പിന്നെ ഞാൻ അങ്ങോട്ട് എൻ്റെ ഉള്ളിൽ ഇതുവരെ അടക്കി വെച്ചൊക്കെ പറയാൻ വേണ്ടിയുള്ള ശ്രമമാണ്. ഒന്നു നിൽക്കണേ ഈ പന്ഥാവിൻ നടുവിൽ നീ ഒത്തിരി യോതുവാൻ എനിക്കുണ്ടനവധി. കണ്ടു ഞാൻ നിന്നെ എൻ കണ്ണിണ നിറയെ കാണുവാനിനി നിന്നകക്കാമ്പു മാത്രം. അപ്പോ പറഞ്ഞു, എത്രയോ നാളായി കാത്തിരിക്കുന്നു ഞാൻ തത്രപ്പെടുന്നീ നിമിഷമിതേവരെ. വൃഥായി അലഞ്ഞു ഞാൻ കാണുവാൻ നിന്നെ വ്യക്തമായി അറിയുവാൻ അയച്ചു സഹചരെ. ഇദ്ദേഹത്തിന് എനിക്കിഷ്ടമാണ്. അപ്പോൾ നേരിട്ട് പറയാൻ സത്യം പറഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കൂട്ടുകാരൊക്കെ വിട്ടു, ചോദിച്ചു, കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അപ്പോൾ നമുക്ക് ഓക്കെ കൊള്ളാം എന്നൊക്കെ തോന്നി. അപ്പോൾ അതാണ് പറഞ്ഞത്. ദാഹിച്ചു പോയി ഞാൻ നിൻ സൗരഭത്തിൽ മോഹിച്ചു പോന്തരം നാട്യഭാവങ്ങളാൽ. ആകാരമോ ആവശ്യം എന്തിനേറെ ആഗ്രഹിക്കാതിരിക്കുവാനാവുമോ. അപ്പോൾ സുന്ദരിയാണ്. എന്നിരുന്നാലും ചന്തത്തിലൊട്ടുമേ കാര്യമില്ലെങ്കിലും നിന്റെ ലോലമാം ചിന്താമലരുകൾ എൻ്റെ ചിന്തകളാകുന്ന വണ്ടുകൾ കണ്ടു കലോത്സവ വേദികളിൽ. അപ്പോൾ നമ്മൾ സ്റ്റേജിൻ്റെ സ്റ്റേജിൽ നിന്ന് പരിപാടികൾ നടക്കുമ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ പിന്നാമ്പുറത്തായിരിക്കും ഉണ്ടാവാം, കൂക്കി വിളിക്കാനോ അല്ല എന്തെങ്കിലും. അപ്പോൾ സ്റ്റേജിൽ ഇയാളെ ഞാൻ കാണാറുണ്ട്. അപ്പോൾ നമ്മളെ ചിന്ത ഇദ്ദേഹത്തിൻ്റെ ചിന്തയിലോട്ടൊന്ന് കയറിപ്പോയതാണ്. എന്നെ നായക സ്ഥാനത്ത് നിർത്തിയോ നിന്റെ കിനാക്കളാമഭ്രത്തിൻ പാളികൾ. കിട്ടിയോ തിരുകിയ കടലാസു ചീളുകൾ പേനകൾ ഉള്ളിലും കുടതൻ മടക്കിലും. അപ്പോൾ ഞാനിങ്ങനെയൊക്കെയായിരുന്നു കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ കുട വാങ്ങും, പുസ്തകം വാങ്ങും, അതിലൊക്കെ തിരികെ കൊടുക്കും. മുടിയിൽ തിരുകുവാൻ തരട്ടെ എന്നാശിച്ചു അമ്പലക്കുളത്തിലെ അമ്പൽ പൂവുകൾ. കരിവിളക്കിലെ കരിയെടുത്തിട്ടു ഞാൻ ആശിച്ചു നിന്നുടെ പുരികം മിനുക്കുവാൻ. ഇതൊക്കെ ആഗ്രഹമാണ്. ചിന്തിച്ചു നോക്കി ഞാൻ എൻ്റെ ജീവിതം നീയില്ലാതെയായിട്ടെങ്ങനെയായിടും. അന്തവുമില്ല അതിനൊരു ചന്തവുമില്ല എന്തുമേ ചൊല്ലണമെന്നൊരു തിട്ടവും. മാനസ സരസിന്റെ യോരത്തിലെത്തുന്നു യുഗ്മഗാനത്തിലെ ശീലുകൾ കേട്ടു ഞാൻ. ചിരിക്കൂ നീ നിന്റെ മനമൊന്നു തുറക്കൂ, ചരിക്കാം നമുക്ക് ഈ പന്താവിലിരട്ടിയായി. അപ്പൊ ഇനിയെങ്കിലും ഒന്ന് നീ എന്നോട് പറയൂ. അപ്പൊ എന്നിരുന്ന അപ്പൊ അങ്ങനെയാണെങ്കിലല്ലേ നമുക്ക് ധൈര്യത്തിൽ നിന്റെ കൈ പിടിച്ച് നടക്കാൻ പറ്റും. കേൾക്കുന്നുണ്ടോ സഖേയൻ കണ്ട കാവ്യം, ഉൾക്കാമ്പിലുദിക്കുന്നൊരു പ്രേമകാവ്യം. എത്രയോ കാലമായി ഉദ്യമിക്കുന്നു ഞാൻ എത്തുവാൻ, കൊതിപൂണ്ട് നിൻചാരയണയുവാൻ. തിരിഞ്ഞു നോക്കി അവൾ പൊഴിച്ചു നിന്നു പരിപൂർണ ചന്ദ്രന്റെ 1000 രശ്മികൾ. അവൾ പുഞ്ചിരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. സ്തബ്ധനായി നിന്നു ഞാൻ സംഘർഷ ഭീതിയിൽ, എല്ലാം അലിഞ്ഞിട്ടില്ലാതെയാവുമോ. അപ്പൊ ഇതൊക്കെ പോന്ന പോകിൽ പിടിച്ചു വെച്ച് ചോദിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു. അപ്പോൾ അവൾ തിരിഞ്ഞു നോക്കി. അപ്പോൾ പിന്നെ നമുക്ക് ആശങ്കയായി, ഇതെല്ലാം കേട്ടിനിപ്പോൾ എന്നെ ചീത്ത പറയോ അതോ എല്ലാം ഇട്ടിട്ട് പോവോ അതോ നമ്മളോട് ഓക്കെ പറയുമോ എന്നുള്ളൊരു ശങ്ക. പക്ഷേ മൊഴിഞ്ഞവൾ മണിമുത്തുകൾ പോലെ നിഷ്കളങ്കയായി സുസ്മേരവദനിയായി. നീ ഒയച്ചൊരാ വണ്ടുകളൊക്കെയും തുരന്നിട്ടു കയറി എൻ മാനസത്തിൽ. സമാധാനം. ഇങ്ങനെയാണ് അവൾ പറഞ്ഞത്. നീ ഇരുത്തൊരാ ആമ്പലിൻ മലരുകൾ തിരുകിത്തരൂ ഈ കൂന്തൽ കനങ്ങളിൽ. വിരലിൻ തുമ്പിലെ കരിവിളക്കിൻ കരി കൊണ്ടു വരയ്ക്കൂ പുരിക കൊടികളെ. ഇത് അവൾ എന്നോട് പറഞ്ഞതാണ്. മാനസ സരസിന്റെ തീരത്തിരിക്കുവാൻ
മനസ്സിന്റെ ജാലകം മലർക്കെ തുറന്നു ഞാൻ. ഇനിയൻ കിനാക്കളിൽ നായക സ്ഥാനത്തു നിന്റെ ഈ വദനം മാത്രമേ കാണൂ. വളരെ സന്തോഷം. ആപാദചൂടം കോരിത്തരിച്ചുപോയി, ആമോദമശ്രുബിന്ദുക്കളിൽ കുതിർന്നുപോയി, ആലിംഗനത്തിൽ മറന്നുപോയി, പരിസരത്താകമാനം നിറഞ്ഞുപോയി കാണികൾ. അപ്പൊ സത്യം പറഞ്ഞാൽ കെട്ടിപ്പിടിച്ചുപോയി. അപ്പോൾ ഈ കെട്ടിപ്പിടിക്കുന്ന നാട്ടുകാർ നോക്കിയിരുന്നു. അപ്പോൾ വളരെ സന്തോഷം. പിന്നെ ഇത് അവസാനത്തെ ചില രംഗങ്ങളാണ് എൻ്റെ മനസ്സിലെ ചിന്തകളാണ്. പൊയ്ച്ചു പ്രകൃതി സന്തോഷാശ്രു പോലവെ പൊഴിഞ്ഞു ജലഗണം തുള്ളി പോൽ മന്ദമായി. അപ്പോൾ കുറച്ച് മഴ പെയ്തിട്ടുണ്ടായിരുന്നു. തഴുകി മാരുതൻ മന്ദമായി തലോടി തുഴഞ്ഞു പക്ഷികൾ ആകാശവീതിയിൽ. മർമരം പൊഴിച്ചു വൃക്ഷജാലങ്ങളും മൂകരായി നിന്നുപോയി ജീവജാലങ്ങളും. സത്യം പറഞ്ഞാൽ ഞങ്ങളാണ് നിന്നുപോയത്, അപ്പോൾ ലോകം നിന്നില്ല. ആഗ്രഹിച്ചു പോയി ലോകൈക ജീവിതം ആവർത്തിച്ചിടുവാൻ നിമിഷങ്ങളീ വിധം. ഹാ പ്രപഞ്ചമേ ഭാസുരം ഭാസുരം ഹന്തമോഹനം ജീവിതം കോമളം. പതിച്ചു മനങ്ങൾ പരസ്പരം കാണാതെ പതിഞ്ഞു ഇണകൾ ഹാരമായി ചേർന്നുപോയി. നമ്മൾ പിന്നെ രണ്ടുപേരും കൂടെ അമ്പലത്തിലോട്ട് പോകും. സാക്ഷി മനോഹരി പ്രകൃതി വിഭൂഷിതേ സാദരം നമിക്കുന്ന ആമോദമാനസം. അപ്പോഴാണ് ഉന്മത്തതയിലോട്ട് ഞാൻ കയറിയത്. അപ്പോൾ കുറച്ച് നേരത്തേക്കെങ്കിലും പ്രണയത്തിൻ്റെ ആ ഉന്മത്തതയിലോട്ട് നിങ്ങൾ കയറിപ്പോയെങ്കിൽ എനിക്ക് സന്തോഷമായി.